നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ വിഭവമാണ് ഉണ്ടാക്കാൻ പോണത്. അതിനാവശ്യമായ സാധനം പഞ്ചസാര, ഇടപ്പാൽ, പഴം ഇതുപോലെ അരിഞ്ഞെടുക്കണം, ഒന്നാം പാല്, ഒരു തേങ്ങ എടുത്തേക്കണത്, പിന്നെ പൊടി നമ്മൾ കുഴച്ച് ഇതേപോലെ ഉണ്ടകളായിട്ട് എടുത്തത്, കടലപ്പരിപ്പ് വേവിച്ചത്, ഏലക്ക ഒരു 5-6 ഏലക്ക, 5 സ്പൂണ് അരിപ്പൊടി. ശേഷം നമ്മൾ ഗ്യാസ് കത്തിച്ച് അത്യാവശ്യം ഒരു വലിയ പാത്രം വെക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടപ്പാൽ, കുറച്ച് വെള്ളം, പഴം, പൊടി, പിന്നെ പരിപ്പ്, ഇതെല്ലാം കൂടി കൊള്ളാൻ പറ്റിയൊരു പാത്രം തന്നെ വേണം നമ്മൾ വെക്കേണ്ടത്. ഇപ്പോൾ ഇടപ്പാൽ ഒഴിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ പൊടി ഞാനൊന്നും കൂടി കാണിച്ച് തന്നെയാണ്. ശരിക്കും ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ച് ഞങ്ങൾ ഈ ഒരു ഷേപ്പിലാക്കിയിട്ടാണ് വെച്ചേക്കണത്. ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഈ പൊടി ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ചെയ്തേക്കണത് ഇതേപോലെയാണ്. എന്നിട്ട് നമ്മൾ ആ പാലൊന്ന് ഏകദേശം ചൂടായി വരുമ്പോഴത്തേനും ഈ പൊടി മുഴുവനും ആ പാലിലേക്ക് ഇട്ട് കൊടുക്കണം. പതുക്കെ ഇട്ടാൽ മതി, ധൃതിയൊന്നും കാണിക്കേണ്ട. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടായിരിക്കണ പാലാണ്, പൊടി വീഴുമ്പോൾ നമ്മുടെ മേത്തേക്ക് അത് തെറിക്കും. അതാണ് ഞങ്ങൾ പതുക്കെ തന്നെ സ്പൂണിൽ കോരിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പം തന്നെ ക്യാമറയിലേക്കൊക്കെ പാല് തെറിക്കണുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു 5-6 ഏലക്ക എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതൊന്ന് പൊടിച്ചിട്ട് അതും എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ പാല് നല്ലോണം തിളക്കണം. അപ്പം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേണ്. കാരണം നമ്മൾ പൊടി ഇട്ടേക്കണ കാരണം അതൊന്ന് കുറുകി വരും, അടി പിടിക്കാതെ സൂക്ഷിക്കണം. അപ്പം അത് കാരണം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ പാൽ ഏകദേശം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. കണ്ട, പാലിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. പാല് തിളച്ചപ്പോൾ തന്നെ മുകളിലേക്ക് പാത്രം നിറഞ്ഞ് കവിയാറായ പോലെ തന്നെ മുകളിലേക്ക് ശരിക്കും പൊന്തി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചേക്കണം പഴം കുറച്ചായിട്ട് ഇട്ട് കൊടുക്കണം. പഴം ഇട്ട് കൊടുക്കുമ്പോഴും സൂക്ഷിക്കണം, കാരണം മേത്തേക്ക് തെറിക്കാതെ നോക്കണം. സ്പൂണും കൊണ്ട് പതുക്കെയാണ് ഇട്ട് കൊടുക്കണത്. പഴമൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇപ്പോൾ ഇളക്കണുണ്ട്. നല്ലോണം ഇളക്കി കൊടുക്കണം. അതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചേക്കണ ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏലക്കയുടെ മണവും ഒക്കെ നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നേരത്തെ ഏലക്ക ഇട്ട് കൊടുത്തത്. സാധാരണ ഏറ്റവും അവസാനമാണ് ഏലക്ക ഇടാറ്, പക്ഷെ ഇപ്പം നേരത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചേക്കണ പരിപ്പ് അതും കൂടി പതുക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കണം. പരിപ്പൊക്കെ ഇട്ട് വന്നപ്പോഴേക്കും ഞങ്ങളുടെ പാത്രം ഏകദേശം ഒന്ന് തിളക്കുമ്പോഴത്തേനും പുറത്തേക്ക് പോകണ ഒരവസ്ഥ വന്നത് കാരണം ഞങ്ങൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. അതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്ത്, ആവശ്യത്തിന് നമ്മുടെ മധുരം നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. പഞ്ചസാരക്ക് നമുക്ക് കണക്കൊന്നും പറയാൻ പറ്റില്ല, ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടമായിരിക്കും, ഓരോ മധുരമായിരിക്കും. ഏറ്റവും അവസാനം നമ്മൾ ആദ്യ പാല് എടുത്ത് വെച്ചേക്കണത് പതുക്കെ ഒഴിച്ചു കൊടുത്തേക്കണം. എന്നിട്ട് അതൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കണം.
ഇപ്പം നമ്മുടെ ഈ വിഭവം നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാൻ സമയമായി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് ആറിക്കഴിയുമ്പോഴത്തേനും നമുക്ക് എല്ലാവർക്കും ഇത് എടുത്ത് കഴിക്കാവുന്നതാണ്.